ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ. നേഹൽ പടയോട്ടങ്ങളുടെ പടനിലമായ മലപ്പുറത്തു നിന്നും പാട്ടിന്റെ പടയോട്ടം നടത്താൻ ടോപ്പ് സിംഗറിലെത്തി സംഗീത ലോകത്ത് ദിഗ്വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന സംഗീത ചക്രവർത്തിനി നേഹൽ വി രഞ്ജിത്ത്. പ്രേക്ഷക കോടികൾ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്ന ടോപ്പ് സിംഗറിന്റെ പാട്ടു പൂമ്പാറ്റ. ലോകം മുഴുവൻ കേൾക്കാൻ വാശി പിടിക്കുന്ന സ്വര സൗന്ദര്യത്തിനുടമ. ഇത് നേഹലിന്റെ പാട്ടിതിഹാസങ്ങളുടെ തിരനോട്ടം. ഒരാഗ്രഹം ആ മേലുള്ള സംഗതി ഒന്ന് പാടിക്കും. ഏത് പാട്ടുകാരനും പാട്ടുകാരിക്കും വേദിയിൽ വരുമ്പോൾ തെറ്റും, അത് നാച്ചുറലാണ്. അതിൽ നിന്ന് ധൈര്യം ഉൾക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം. അത് താഴെ പാടിക്കാതെ ഇത് തന്നെ മേളിൽ പാടിക്കും. കുട്ടി ഒരു വായാടി പെണ്ണ് നമ്മൾ ഒരിക്കലും നമ്മൾ താഴെ വീഴില്ല എന്നുള്ള ഉത്തമ വിശ്വാസം, അതാണ് ഫൈറ്റിംഗ് സ്പിരിറ്റ്. പാടിയതെല്ലാം നന്നായിരുന്നു. It was an excellent performance. വളരെ ചെറുപ്പത്തിൽ തന്നെ പാട്ട് പാടുമായിരുന്നു. അതായത് ഒരു 3 വയസ്സ് മുതൽ അവള് പാടലുണ്ടായിരുന്നു. സ്കൂളില് ചെറുപ്പം മുതൽ തന്നെ എല്ലാ കോമ്പറ്റീഷനിലും നേഹൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ TV-യിൽ ഒരു പരസ്യം കണ്ടത്, ഇങ്ങനെ ഫ്ലവേഴ്സിൽ ടോപ്പ് സിംഗർ എന്ന പരിപാടിയുടെ. ഞാൻ ആദ്യമായിട്ടാണ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഓഡീഷനൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് ഒരിക്കലും സെലക്ഷൻ കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ അന്ന് സെലക്ഷൻ കിട്ടി, അതിനൊരു ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഇളം തെന്നലായാണ് പാട്ടിന്റെ പൂങ്കാവനത്തിലേക്ക് നേഹലെത്തിയത്. അവളുടെ കുഞ്ഞു മുഖത്ത് പരിഭ്രമത്തിന്റെ നിഴലാട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഓഡീഷനിൽ കാട്ടിയ ധൈര്യത്തോടെ കണ്ണടച്ച് പാടുകയായിരുന്നു ആദ്യ റൗണ്ടിൽ നേഹൽ. ഞാൻ ഓഡീഷന് പോയിട്ട് ആദ്യം പാടിയ പാട്ട് കണ്ണാടി ആദ്യമായെന്ന് എന്ന പാട്ടും നന്ദലാല എന്ന പാട്ടുമാണ്. അപ്പോൾ ആ പാട്ട് ജഡ്ജസ്മാർക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് തന്നെ ഇന്നാക്കും ചെയ്തു. ബാഹ്യരൂപം സ്വന്തമാക്കി പാട്ടിന്റെ അമൃതവർഷം പെയ്തിറങ്ങിയതുപോലെ വേദി തരിച്ചു നിന്ന നിമിഷങ്ങളായിരുന്നു പിന്നീട്. നേഹൽ മിന്നിച്ചില്ലേ പാട്ട്. മഴവിൽ കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തീരുണ്ട്.
ഇങ്ങനെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുന്ന കേൾക്കുമ്പോൾ മനസ്സ് ഇങ്ങനെ നിറഞ്ഞു കവിയും. നിന്റെ കരളിലെ പൊന്നണി പാടത്തൊരു പൊന്നാര പനന്തത്ത പറന്നു വന്നു, ഒരു പഞ്ചാര പനന്തത്ത പറന്നു വന്നു. നല്ല മുത്ത് പോലത്തെ ഒരു പാട്ട്, അത് നല്ല ഭംഗിയായിട്ട് പാടി. അഭിനന്ദനങ്ങളുടെ പ്രവാഹം ഇരു കൈകളും നീട്ടി നേഹൽ സ്വീകരിച്ചു. പുറത്തൊക്കെ പോകുമ്പോൾ എന്നോട് ആൾക്കാരൊക്കെ പറയും, ആ പരുമല നന്നായിട്ടോ പഞ്ചായത്തിൽ നന്നായിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. നേഹൽ കാരണം അപ്പോൾ ഞങ്ങൾ അച്ഛനും അമ്മയും അവളെ ചേട്ടനും ഒക്കെ ഇപ്പോൾ വളരെ ഫേമസ് ആണ്. മൗലിയിൽ മയിൽ പീലി ചാർത്തി, മഞ്ഞപ്പട്ടാമ്പരം ചാർത്തി. ഞങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ കുറേ പേര് സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളെ കാണുമ്പോൾ ചോദിക്കും, അനന്യ എവിടെ, റിച്ചുക്കുട്ടനെ എവിടെ, ശ്രീഹരി എവിടെ, സീതാലക്ഷ്മി എവിടെ എന്നൊക്കെ ചോദിക്കലുണ്ട്. അവരോട് അന്വേഷണം പറയണം എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്ലവേഴ്സ് കുട്ടികൾക്ക് നല്ല കെയറിങ് ആണ് കൊടുക്കുന്നത്. പുലയനാർമണിയമ്മ, പൂമുല്ലക്കാവിലമ്മ, കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. ആദ്യം മോള് വന്നപ്പോൾ വളരെ നന്നായി പാടിക്കൊണ്ടിരുന്നതാണ്, അത്യാവശ്യം നന്നായി പാടിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം പുള്ളിക്കാരിക്ക് എന്താണെന്നറിയില്ല, പാട്ടിനോടും അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറിയിരുന്നു. അപ്പോൾ മോൾക്ക് ഇത്തിരി ഗ്രേഡ് കുറഞ്ഞു. സഭാകമ്പമില്ലാത്ത പെൺകുട്ടിയാണ് നേഹൽ. ഏത് വേദിയിലും നന്നായി പെർഫോം ചെയ്യും. പക്ഷെ ടോപ്പ് സിംഗർ വേദിയിലെത്തിയപ്പോൾ ചെറുതായി നേഹലിന്റെ മനസ്സൊന്ന് ഇടറി. പൂമാനമേ, ഒരു രാഗമേഘം താ. ശ്രുതിയുടെ കുറച്ച് പ്രശ്നങ്ങൾ എല്ലാ സ്ഥലത്തും, എക്സ്പെഷ്യലി അനുപല്ലയിലും ചരണത്തിലും 2 പോർഷനിൽ കറക്റ്റായിട്ട് ആ സ്ഥലങ്ങളിലെല്ലാം പ്രശ്നമായി. കരളിലെഴും ഒരു മൗനം, കസവണിയും ലയമൗനം. സ്റ്റോപ്പ് ചെയ്യണോ? ഞാൻ നിർത്തണോ? നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വെള്ളം വേണോ? ഒരു കാര്യം ചെയ്യാം, ഒരു ചെയർ ഇട്ടു. പ്രേക്ഷക ലോകം അമ്പരപ്പോടെയാണ് അത് കണ്ടിരുന്നത്. ഇക്കുറിയും വിധികർത്താക്കൾ ദേവദൂതരെ പോലെ നേഹലിനരികിലേക്ക് പറന്നെത്തി. ബലൂണിൽ കാറ്റ് നിറയ്ക്കുന്നത് പോലെ മോട്ടിവേഷൻ മന്ത്രങ്ങൾ നേഹലിൽ ആവോളം ഊതി നിറച്ചാണ് ജഡ്ജസ് സ്വന്തം ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങിയത്. മനസ്സിൽ ഈ ഇങ്ങനെ വന്നു സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി അടുത്ത പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്ന രീതി പോകും. മൈൻഡ് ബ്ലോക്ക് എന്ന് ഇംഗ്ലീഷ് പറയും. അതായത് നമ്മുടെ മനസ്സിനെ ഒന്ന് വെറുതെ ഒന്ന് ബ്ലോക്ക് ചെയ്തു. എനിക്കിത് പറ്റൂല, ആരൊക്കെ എന്ത് പറഞ്ഞാലും പറ്റൂല, പറ്റത്തില്ല എന്ന് നമ്മൾ ഉറപ്പിച്ച് ഒരു പാറ പോലെ 3-4 റൗണ്ടുകളിൽ അത് ആവർത്തിച്ചതോടെ നേഹൽ കൂളായി. മൈൻഡ് ബ്ലോക്കിനെ അതിജീവിച്ച നേഹൽ പിന്നീട് പാട്ടുവേദിയിൽ ഒരു പാട്ട് മാമാങ്കം തന്നെ നടത്തി. പരുമല ചെരുവിലെ പടിപ്പുര വീട്ട് 18ാം വട്ടത്തിൽ വച്ചു. ഈ പാട്ട് കേട്ട് ഞാൻ വെള്ളടിച്ചതല്ലേ. പരുമലച്ചെരുവിലെ എന്ന സ്ഫടികത്തിലെ ഗാനം അവളുടെ പാട്ട് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് കയറാനുള്ള ചവിട്ടുപടിയായി. കുഞ്ഞു നേഹൽ ഒരു ഗായികയുടെ ഗാംഭീര്യത്തോടെ ഉയർന്നു പൊങ്ങുന്ന കാഴ്ചയാണ് പിന്നീടുണ്ടായത്. പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാല് കെട്ടി ഞാൻ, പട്ടുനൂലു ഞാല് കെട്ടി ഞാൻ. പൊട്ടാത്ത പൊന്നിൻ കിനാവു കൊണ്ടൊരു പട്ടുനൂലു ഞാല് കെട്ടി. കണ്ണോരം വെള്ളിത്താരം ചിരി, കാതോരം മീരൻ തേനായി മൊഴി, കൊഞ്ചും ചേലോടെ തഞ്ചും പെണ്ണാളെ നീയാരു ഗ്രാമാങ്കനേ. ഞാൻ ഏറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ് സ്നെഹലിന്റെ ഇതുപോലത്തെ ഒരു പെർഫോമൻസ് വേണമെന്ന്. അത് ഇവിടെ ഇന്ന് കിട്ടി എന്നുള്ളതിലാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം.
താങ്ക് യു സർ. ഇഫ് യു ബിലീവ് ഇൻ യുവർ സെൽഫ്, നമുക്ക് പുതിയ പുതിയ തലങ്ങൾ നമുക്ക് എത്താൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? ജഡ്ജസിൻ്റെയും വളരെ ശക്തമായിട്ടുള്ളൊരു ഇടപെടലുണ്ട്. മോള് വളരെ നന്നായിട്ട് വ്യത്യാസം വന്നു. അവൾ ഇപ്പോൾ എന്താ പറയുക, ഒരു അസാധ്യമായൊരു വ്യത്യാസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്നാം തുമ്പി നീയോടി വാ, പൊന്നും തേനും നീ കൊണ്ടുവാ, പൊന്നിച്ചൊടിയിൽ പൊൻപൂവിടർത്തും ഉണ്ണിക്കിനാവിൻ സംഗീതം. നേഹലൊക്കെ ഇമ്പ്രൂവ് ചെയ്തിരിക്കുന്ന ഇമ്പ്രൂവ്മെന്റ് കണ്ടുപിടിക്കണം. ജഡ്ജസും ഭയങ്കര സപ്പോർട്ടാണ്, ഞങ്ങൾക്ക് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എവിടെ വെച്ച് കണ്ടാലും ഞങ്ങളായിട്ട് വർത്തമാനം പറയാനൊക്കെ വരും. പിന്നെ എന്താണ് അവർ ഫ്രണ്ട്ലി ഇരിക്കുമ്പോൾ നമുക്ക് പാടാനുള്ളൊരു ഉന്മേഷം അങ്ങനെ വരും. സത്യം പറഞ്ഞാൽ ഒരു ജഡ്ജസാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഞങ്ങളെയൊക്കെ സ്വന്തം മക്കളെ പോലെ വരും. നീ മായല്ലേ പെൺമഴവില്ലേ, ഇത് മധു ഇത് നാളല്ലേ, നിൻ പ്രഭകളേ ഹൃദിഭാവവുമായി. പാട്ടിന്റെ സ്ഫടിക തിളക്കവുമായി ഇന്ന് അപ്പ് ആൻഡ് ഡൗൺസ് ഇല്ലാതെ കൺസിസ്റ്റന്റ് ആയി പാട്ടുവേദിയിൽ പാടി പറക്കുകയാണ് ഈ പുന്നാര പനന്തങ്ങൾ. ഇത് മധു ഇത് നാളല്ലേ, നിൻ പ്രഭകളേ ഹൃദിഭാവവുമായി ഉലകം ചൊരിയുന്നു. ഈ പാട്ട് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്താ പറയുക, എല്ലാ സക്സസിനും ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, എ സ്മൂത്ത് റോഡ് ടു സക്സസ്. ഈ പാട്ട് അതാണ് സ്നേഹല്ല. ടോപ്പ് കണ്ടസ്റ്റൻസിൽ ഒരാളായി മാറിയിരിക്കുകയാണ് നേഹൽ. വളരെ നല്ല വോയിസ് ഉള്ളൊരു കുട്ടിയാണ്. നല്ല ഫീലിങ്സ്. അതെ അതെ, പാടുമ്പോൾ നല്ല ഫീലാണ്. സലീൽ ചൗധരി ഗാനങ്ങളെല്ലാം അതെ 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 സലീൽ ചൗധരിയുടെ പാട്ടുകളാണ് ഈ കുട്ടിത്താരത്തിന് ഏറെ ഇഷ്ടം. എപ്പോഴും ചുണ്ടുകളിൽ അദ്ദേഹത്തിന്റെ പാട്ടുകൾ മൂളി നടന്ന് തന്റെ പാട്ട് സുഹൃത്തുക്കൾക്കൊപ്പം ചുറ്റിയടിക്കാനാണ് ഈ ഗായക പ്രതിഭയ്ക്ക് ഇഷ്ടം. ഞാൻ പാട്ട് മാത്രമല്ല, നന്നായി ഡാൻസ് കളിക്കും. ഇതെൻ്റെ ഒക്കെ ഹോബീസാണ്, തള്ളൊന്നുമല്ല കേട്ടോ. ഞാൻ ഡാൻസ് കളിക്കും, സൈക്കിൾ ചവിട്ടും, പിന്നെ സ്കേറ്റിംഗ് ചവിട്ടും, ഷട്ടിൽ കളിക്കും, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. നേഹയ്ക്ക് കല്യാണമൊക്കെ കഴിച്ച് അമേരിക്കയിൽ അല്ലേ, വാഷിങ്ടൺ സിറ്റിയിലൂടെ ഒരു പാട്ടും പാടി ഡാൻസൊക്കെ ചെയ്ത് നടക്കണമെന്നാണ്, ആണോ? ലണ്ടനിൽ കല്യാണം കഴിച്ചു പോകണമെന്നാണ് നേഹലിന്റെ ആഗ്രഹം. ആ ആഗ്രഹം പറഞ്ഞ നിമിഷം മുതൽ ജഡ്ജസും മറ്റും നേഹലിനെ ഒരു വാരി. അങ്ങനെയല്ല, എൻ്റെ 2 പല്ല് മിസ്സിങ് ആയതുകൊണ്ടേ ഒരു അങ്കിള് പറഞ്ഞു എന്നെ വിദേശത്തേക്ക് കല്യാണം കഴിച്ചു വിടുന്നു. അപ്പം അമേരിക്കയിലോട്ടാന്ന് വേറൊരു അങ്കിള് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു അമേരിക്ക വേണ്ട, ലണ്ടനോ പാരീസോ മതി. അമേരിക്ക ഔട്ട് ഓഫ് ഫാഷൻ അല്ലേ? അയ്യോ, ആര് പറഞ്ഞു? തമാശയും ചിരിയും നിറച്ച് നേഹൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറുകയായിരുന്നു ആ നിമിഷങ്ങളിൽ. എന്താണ് ഭാവിയിൽ ആകാനുള്ള ആഗ്രഹം? കളക്ടർ. ഒരു പഞ്ചായത്തിനെ തന്നെ ഇളക്കി മറിക്കാൻ കെൽപ്പുള്ള കുട്ടിയാണ് നേഹൽ എന്നാണ് ജഡ്ജസിന്റെ പക്ഷം. പ്രേക്ഷകർക്കും അതറിയാവുന്ന കാര്യമാണ്. പഞ്ചായത്തിലെ എന്ന് തുടങ്ങുന്ന ഗാനം കാസറി അടിച്ചാണല്ലോ നേഹൽ വേദിയിൽ പാടിയത്. ഫ്ലവേഴ്സിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ 20 ലക്ഷത്തിൻ്റെ സ്കോളർഷിപ്പ് പദ്ധതി എന്ന് വെച്ചാൽ അത് ഇതുവരെ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഇപ്പോൾ അവർക്ക് ബിരുദാനന്തര ബിരുദം വരെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ തന്നെ കിട്ടുന്നു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ.